വാഴ 2 ഇൻഡസ്ട്രി ഹിറ്റടിക്കുമോ? ഇപ്പോൾ സിനിമാ ലോകത്ത് ചുറ്റിപ്പറ്റി നടക്കുന്ന ചർച്ച ഇതാണ്. ഇനി അഥവാ അത് സംഭവിച്ചാൽ വാഴ 2 നേടാൻ പോകുന്ന മറ്റ് 2 അപൂർവ നേട്ടങ്ങളുടെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയ വിശേഷങ്ങൾ കൂടുതൽ അറിയാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വെറും 17 ദിവസങ്ങൾ കൊണ്ടാണ് വാഴ 2 200 കോടി എന്ന നേട്ടത്തിലേക്ക് കുതിച്ചു കയറിയത്. അതുകൊണ്ട് തന്നെയാണ് മലയാളത്തിലെ നിലവിലെ ഇൻഡസ്ട്രി ഹിറ്റായ ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ റെക്കോർഡുകൾ ഈ ചിത്രം തകർക്കുമോ എന്ന സംശയം ഉയരുന്നതും. അങ്ങനെ ലോകയെ തകർത്ത് ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചാൽ 2 അപൂർവ റെക്കോർഡുകളായിരിക്കും വാഴ 2 തങ്ങളുടെ പേരിൽ കൂട്ടിച്ചേർക്കാൻ പോകുന്നത്. 1997 കുഞ്ചാക്കോ ബോബന്റെ ആദ്യ ചിത്രമായ അനിയത്തിപ്രാവ് നേടിയ വിജയത്തിനു ശേഷം ഒരു നവാഗതൻ നായകനായ സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് ആകുന്നു എന്ന അപൂർവ നേട്ടം ഹാഷിറിന് സ്വന്തമാകും. ഹാഷിർ ഒറ്റയ്ക്കല്ല, അലൻ, വിനായക്, അജിൻ അങ്ങനെ ആ ടീം മുഴുവനുണ്ട്. അതുപോലെ തന്നെ തന്റെ ആദ്യ ചിത്രമായ രാജമാണിക്യത്തിലൂടെ അൻവർ റഷീദ് സ്ഥാപിച്ച നവാഗത സംവിധായകന്റെ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന റെക്കോർഡ് വാഴ 2 ഒരുക്കിയ സവിന്റെ പേരിലും ചേർക്കപ്പെടും. 200 കോടി നേട്ടത്തിലുമുണ്ട് വാഴ 2വിനൊരു റെക്കോർഡ്. ഒരു നവാഗത സംവിധായകന്റെ ചിത്രം 200 കോടി ക്ലബിൽ ഇടം പിടിച്ചു എന്നതാണ് ആ നേട്ടം. മലയാള സിനിമയെ സംബന്ധിച്ച് ആദ്യമായാണ് ഇങ്ങനെ ഒരു റെക്കോർഡ്. അരങ്ങേറ്റ ചിത്രത്തിലൂടെ 100 കോടി ക്ലബിൽ തങ്ങളുടെ സിനിമ എത്തിച്ച സംവിധായകർ തന്നെ 2 എണ്ണമേ ഉള്ളൂ. അത് പൃഥ്വിരാജും ജിതിൻ ലാലുമാണ്. പൃഥ്വിരാജിന്റെ ലൂസിഫറും ജിതിൻ ലാലിന്റെ ARMുമാണ് ഈ 2 ചിത്രങ്ങൾ. ഇതിൽ ARMന്റെ ലൈഫ് ടൈം ഗ്രോസ് 107 കോടിയും ലൂസിഫറിന്റേത് 129 കോടിയുമായിരുന്നു. പൃഥ്വിരാജിന്റെ പേരിൽ എമ്പുരാനിലൂടെ ഒരു 200 കോടി നേട്ടം കിടപ്പുണ്ടെങ്കിലും അത് അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ അല്ലാത്തതുകൊണ്ട് തന്നെ ആ റെക്കോർഡ് സവിൻ തന്നെ സ്വന്തമാക്കി. വലിയ സൂപ്പർ താരങ്ങളൊന്നും ഇല്ലാതെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സായ കുറച്ച് പിള്ളേരെ വെച്ച് തന്റെ അരങ്ങേറ്റ ചിത്രം സവിൻ ഒരുക്കുമ്പോൾ ആ ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്ലസ് എന്ന് പറയുന്നത് വിപിൻ ദാസിന്റെ സ്ക്രിപ്റ്റ് തന്നെയാണെന്ന് നിസ്സംശയം പറയാം. വെക്കേഷൻ കാലം ബാക്കി കിടക്കുന്നത് കൊണ്ട് തന്നെ വാഴ എത്രത്തോളം വളരുമെന്ന് കണ്ടു തന്നെ അറിയണം. കൂടാതെ ഇപ്പോൾ ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പും വരാൻ തയ്യാറാകുന്നുണ്ട്. ഏതായാലും കലാമൂല്യവും എന്റർടൈൻമെന്റ് വാല്യൂവും ഒക്കെയുള്ള മലയാള സിനിമകൾ മറ്റ് ഇൻഡസ്ട്രികളിലേക്കും ഉൾപ്പെടെ തങ്ങളുടെ വിജയം വ്യാപിപ്പിക്കുമ്പോൾ അതൊരു വലിയ പ്രതീക്ഷ തന്നെയാണ്.